اللهم أوصل بلي سواء ما قرأنا من القرآن العظيم هذه هدية باصلة ورحمة نازلة وبركة شاملة إنا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى أرواح آبائه إخواني من الأنبياء المرسلين وإلى أرواح البدريين الهدين والهنينين المتقين وصائر الصحابة والقرابة كلهم أجمعين وإلى حضرة نبيناهم هذا خاصة وإلى حضرة جميع المسلمين عامة. اللهم اجعل ثواب ذلك بدعا لنا ولهم من النار. اللهم اجعل ثواب ذلك بكاك لنا ولهم من النار. اللهم اجعل قبورنا قبورهم روضة من رياض الجنة ولا تجعل قبورنا قبورهم فرة من النيران. وجمع الله بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بارك لنا في جميع أمورنا بركة تامة كما باركت من عبادك الصالحين. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. اللهم اجعلنا من عبادك الصالحين. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൻ്റെ വാതിൽ തുറക്കുക മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരു വല്ലാത്തൊരു സംഗതിയാണ് ഇന്ന് പറയാൻ പോകുന്ന വിഷയം. അതിൻ്റെ വാതിൽ അങ്ങനെ അങ്ങോട്ട് തുറന്നു വെക്കൽ മാത്രമേ ഉദ്ദേശമുള്ളൂ. അത് ഒരു 2-3-4 കൊല്ലങ്ങൾ കൊണ്ട് മാത്രമേ അത് തീർക്കാനും കഴിയൂ. അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൻ്റെ വാതിലുണ്ടിങ്ങനെ ഒന്ന് തുറന്നു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറയുന്നത് മരണമാണ്. മരണത്തെക്കാൾ വലിയ ഒരു വാഴലില്ലാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ വാഴൽ മരണമാണ്. മരണത്തെക്കാൾ വലിയ ഒരു ഉപദേശമില്ല. മരണമാണ് ഏറ്റവും വലിയ ഉപദേശം. മരണത്തെയാണ് എല്ലാ സ്വാലിഹീങ്ങളും പറഞ്ഞിരുന്നത്. ജീവിതം മുഴുവനും മരണത്തെപ്പറ്റി പറഞ്ഞിരുന്നു. മരണം മുന്നിൽ കണ്ടാണ് ഞാൻ ബുർദ എഴുതിയത് എന്ന് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ, ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ബിൻ സഈദ് ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മരണത്തെ മുന്നിൽ കണ്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയത്. ലൗ കുന്തു അഅലമു അന്നി മാ ഉവഖിറുഹു കതംതു സിർറൻ ബദാ ലി മിൻഹു ബിൽ കതിമി എന്നൊക്കെ പറയുന്നത് ഒരു നരബാധിച്ചവൻ്റെ വേദനയുള്ള വാക്കുകളാണ്. മരണത്തെക്കാൾ വലിയ ഒരു സംഗതിയില്ല. മരണത്തേക്കടുക്കുക, മരണം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് അതേക്കാൾ വലിയ ഒരു സതുപദേശമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സതുപദേശം അത് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സതുപദേശം എന്ന് പറയുന്നത് ഖബറാണ്. ഖബറിനേക്കാൾ വലിയൊരു സതുപദേശമില്ല. അത് വളരെ ഗൗരവമുള്ളതാണ്. ആരാണെങ്കിലും എത്രയോ വലിയ ആളുകളാകാം, പണ്ഡിതന്മാരാകാം, വലിയ ധനാഢ്യന്മാരാകാം, പക്ഷെ ഖബർ എന്ന സംഗതി വലിയ സംഗതിയാണ്. ഞാൻ സ്വർഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാതിലിൽ ഉസ്മാൻ്റെ പേരെഴുതി കണ്ടു എന്ന് സയ്യിദുനാ മുഹമ്മദുൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്മാനാണ് ഖബർ ഓർത്ത് കരഞ്ഞിരുന്നത് എന്ന യാഥാർത്ഥ്യവും നാം ചിന്തിക്കേണ്ടതാണ്. അത് വളരെ മുഅ്മിനീങ്ങളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസികൾ ആലോചിക്കണം. നമ്മുടെ ഖൽബിൽ നിന്ന് വളരെ നിർമ്മലമായി കിട്ടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഖൽബ് നന്നായതിൻ്റെ ഇടയിലേക്കാണ് ദുആ ചെയ്യുക. ദുആ വെറുതെ നടക്കുകയില്ല. ഇടി വെട്ടിയാൽ മഴ പെയ്യും. മഴയും ഇടിയും കൂടി ഉണ്ടാകാൻ ഇടിയില്ലാത്ത മഴക്കും ഇടിയുള്ള മഴക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇടിയുള്ള മഴക്കാണെങ്കിൽ എന്തുണ്ടാകും? ഭൂമി ഫലഭൂയിഷ്ടമാകും. ഭൂമിയുടെ ഉള്ളിൽ വിത്തുണ്ട്. ആ വിത്തിനെ ഭൂമി പുറത്തേക്ക് കൊണ്ടുവരും. കൂണുകൾ മുളക്കും. ഭൂമിയിൽ നിന്ന് കൂണ് മുളച്ചു പൊങ്ങും. ഇടിയുണ്ടാകും. എന്തുകൊണ്ട് ഭൂമി അങ്ങനെ ചെയ്തു? ഭൂമിക്ക് ശക്തമായ പ്രഹരം കിട്ടി എന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് ഏത് കാര്യത്തിൻ്റെയും അടിത്തറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകട്ടെ. വിശ്വാസികൾ ഗൗരവമായി ഇത് ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാവരും മനസ്സിലാക്കണം. ഖൽബ് നന്നാവണം. ഇതിനു വേണ്ടിയാണ് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുത്തത്. അതിൻ്റെ വാതിൽ തുറക്കുന്നു പറഞ്ഞത് ആയിരക്കണക്കായ വിഷയങ്ങളുടെ സംഗമ ഭൂമിയാണ് സത്യത്തിൽ മഹ്ശർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം അത് പറയാൻ കഴിയില്ല, തീർച്ചയായും. അതുകൊണ്ട് ഞാനതിൻ്റെ ഗൗരവത്തിലേക്ക് ഈ കൊല്ലം പ്രവേശിക്കുക മാത്രമാണ്. വരും കൊല്ലങ്ങളിൽ അതിൻ്റെ ബാക്കി പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ഈ കാര്യം ചിന്തിക്കണം. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഞാനിത് തുടങ്ങുമ്പോൾ ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പടച്ചോൻ നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഹദീസ്. ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാ. അള്ളാഹിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കുകയില്ല. ഇതൊരു വലിയ വാക്കാണ്. അള്ളാഹിനെ പേടിച്ച് കരയുന്നവർക്ക് നരകം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ളർഇ എന്ന് മുസ്തഫ നബി പറഞ്ഞു. കറന്നെടുത്ത ഒട്ടകപ്പാൽ അകിട്ടിലേക്ക് കടന്നാൽ പോലും കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് കടന്നാൽ പോലും അള്ളാഹിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കില്ല എന്ന്. കറന്നെടുത്ത പാൽ ഇനി ഒരിക്കലും അകിട്ടിലേക്ക് കയറുകയില്ലല്ലോ.
അല്ല കറന്നെടുത്ത പാൽ അകട്ടിലേക്ക് കയറിയാൽ പോലും അള്ളാനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കില്ല. അത് ഭയങ്കര ഒരു സംഗതി. കരയണം, കരയാതെ ഒരിക്കലും കഴിയില്ല. കരയൽ ഒരു ഇബാദത്താണ്. ഇത് കരയേണ്ട സമയവുമാണ്. ഇതാണ് ആ സമയം. ഇന്ന് ലാസ്റ്റ്, നാളെ കിട്ടിയെങ്കിലായി. ഇന്ന് ലാസ്റ്റാണ്. അതായത് കരയാൻ വേണ്ടി പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത സമയമാണ്. ഇന്നത്തോടുകൂടി ചിലപ്പോൾ തീരും, നാളെ കിട്ടിയാൽ ഭാഗ്യം. ഇന്ന് കരണ്ടില്ലെങ്കിൽ നാളെ കിട്ടിയിട്ടും കാര്യമല്ല. ചിന്തിക്കണം. അതെന്താ അങ്ങനെയാണ്. എന്നും കരഞ്ഞൂടെയാണ്, കരയാം. പക്ഷെ ഇന്നത്തെ കരയിന് വലിയ വില ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുസ്തഫ നബിയോട് ചോദിച്ചു, നബിയെ റമളാൻ അവസാനിക്കുകയാ, ഫമാ തുലുബു ഫീഹാ യാ റസൂലല്ലാഹ്. റമളാൻ അവസാനിക്കുകയാ നബിയെ, അള്ളാഹിനോട് ഞാൻ എന്താണ് ചോദിക്കേണ്ടത് നബിയേ? അപ്പോൾ ഹബീബിന്റെ മറുപടി ഇസ്അലിൽ അഫ്വ, അള്ളാഹിനോട് മാപ്പ് ചോദിച്ചു ആയിഷ എന്ന് ഹബീബ നബി പറഞ്ഞു. മാപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ശൈലിയുണ്ട്. മാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നു, മാപ്പ് എന്ന് പറയില്ല. സംഗതിൻ്റെ അടുത്ത് പറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വിടുകയാണെങ്കിൽ വിട്ടു തരി. അങ്ങനെ കോടതി പറഞ്ഞാൽ മാപ്പ് കിട്ടില്ല. മാപ്പ് കിട്ടണമെങ്കിൽ അതിൻ്റെ പരമാവധി പറയണം. ബഹുമാനപ്പെട്ട കോടതിയാണ്, ബഹുമാനപ്പെട്ട ജഡ്ജി എൻ്റെ പറ്റിപ്പോയതാണ്, എൻ്റെ കുട്ടികൾ അങ്ങനെയാണ്, കാക പാവപ്പെട്ട മക്കളാണ്, അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പരമാവധി എങ്ങനെയൊക്കെ താഴ്ന്ന് പറയുന്നു, അപ്പോഴേ മാപ്പുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി മാപ്പിന്റെ സമയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. മാപ്പ് ചോദിക്കുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കുന്ന സമയമാണ്. ഇസ്അലിൽ അഫ്വ യാ ആയിഷ ഖാല റസൂലുള്ളാഹി, മാപ്പ് ചോദിച്ചോളൂ എന്നാ മുസ്തഫ നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മാപ്പ് തരുന്ന ഒരു സമയമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മാപ്പിന് എന്ത് വേണം? കരയണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത ഐനാ, ഒരാൾ ഒറ്റക്കിരുന്ന് റബ്ബിനോട് കരഞ്ഞു പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കും, അർശിന്റെ തണലും ലഭിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ചിന്തിക്കണം. അത് വല്ലാത്ത ഒരു സമയവും സന്ദർഭവുമാണ്. രാത്രി എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ കൂടെ ഒരൽപ്പം നേരം കിടന്നു. പിന്നെ എൻ്റെ വിരിപ്പിൽ നിന്ന് ഹബീബ് എണീക്കുകയും ചെയ്തു. ഐഷ ബീവി പറയുകയാ റളിയല്ലാഹു അൻഹാ, എൻ്റെ വിരിപ്പിൽ കുറച്ചു നേരം കിടന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റു. ഹബീബായ റസൂലുള്ളാഹി, ഞാൻ കയ്യൊന്ന് പിടിച്ചു, കൈ അവിടെ തന്നെ എടുത്തു വെച്ചു. അപ്പോൾ എൻ്റെ കയ്യൊന്ന് തട്ടി, പിന്നെ അങ്ങോട്ട് എണീറ്റ് പോയി. എൻ്റെ കിടക്കുന്നതിനിടയിൽ ഒരു ചെറിയ വിരിപ്പുണ്ടായിരുന്നു. ആ വിരിപ്പ് ഹബീബായ റസൂലുള്ളാഹി മുന്നിൽ വെച്ചു. ഉളു ചെയ്ത് വന്നു, ശുദ്ധീകരിച്ചു വന്നു. എന്നിട്ട് ഫഖാമ ഫസല്ലാ, എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി അങ്ങോട്ട് നിസ്കരിക്കാൻ തുടങ്ങി. മാഷാ യഖൂമ, എത്രയാണ് നിന്നതെന്നറിയില്ല. കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയും ചെയ്തു. പൊട്ടിക്കരയാ. ഫബുതല്ലത്തിൽ ഹിയതുഹു, താടി പറ്റ നനഞ്ഞിട്ടുണ്ട്. വബുതല്ല സദറുഹു, നെഞ്ചും നനഞ്ഞു. വബുതല്ല ഖമീസുഹു, ഖമീസും നനഞ്ഞു. ആരായി കരയുന്നത്? പിന്നെ കരഞ്ഞു. പിന്നെ റുക്കോയിൽ പോയി. കണ്ണുനീരിങ്ങനെ മണിമണിയായി ഒഴുകി വീഴുന്നത് ഞാൻ കാണുകയും ചെയ്തു. എത്രയാ എത്രയാ റുക്കോ ചെയ്തത് അത് ഓർമ്മയില്ല. പിന്നെ റുക്കോയിലും കരഞ്ഞു. പിന്നെ സുജൂദിലേക്ക് വീണു. സുജൂദിൽ ഹബീബായ റസൂലുള്ളാഹി എത്ര കടന്നു ഓർമ്മയില്ല. മരിച്ചു പോയോ എന്ന് പോലും ഞാൻ പേടിച്ചു പോയി. അത്ര നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് കരഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഞാൻ എണീറ്റു നോക്കുമ്പോൾ വജത്തു ബർദത്തദ്ദുമുഇ തഹ്ത ഖദമയ്യ, എൻ്റെ കാലിൽ ഹബീബിന്റെ കണ്ണുനീരിന്റെ സ്പർശം അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനോട് കരഞ്ഞു. ആരായി കരഞ്ഞത് എന്ന് ആലോചിച്ചു നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും ഇവിടെയുണ്ട്. നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് മുഴുവനും ഞാൻ തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ.
അങ്ങനെയുള്ള ഹബീബായ റസൂലുള്ളാഹ്